രണ്ട് മിലാൻ ക്ലബ്ബുകൾ തമ്മിലുള്ള ഉപേക്ഷിക്കപ്പെട്ട ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന് ശേഷമുള്ള ആദ്യ ഡെർബിയാണ് പറയാൻ പോകുന്നത്. സ്വാഭാവികമായി ആ മത്സരത്തിന് തീവ്രത ഉണ്ടാകുമെന്ന് പറയേണ്ടതില്ല. ആരാധകരും നല്ലൊരു പിരിമുറുക്കത്തിലാണ് മത്സരം കാണാൻ എത്തിയത്. മത്സരം തുടങ്ങി ആക്രമണ വീര്യം ഇരു ടീമുകളും പുറത്തെടുത്തു. നല്ല ചാൻസുകൾ ഇരു ടീമുകൾക്കും ഉണ്ടായി. എന്നാൽ മത്സരത്തിൽ ആദ്യ വെടിപൊട്ടിച്ചത് ഇന്ററായിരുന്നു. 28-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ആഡ്രിയാനോ ഇന്ററിനെ മുന്നിലെത്തിച്ചു. തുടർന്ന് ഉണർന്നു കളിച്ച AC മിലാൻ സമനില പിടിച്ചു. ആൻഡ്രീ ഷെവ്ചോങ്കിയായിരുന്നു പെനാൽറ്റിയിലൂടെ AC മിലാനെ ഒപ്പമെത്തിച്ചത്. എന്നാൽ രണ്ടാം പകുതി മത്സരം കൂടുതൽ കടുപ്പമാക്കി. ഇരു ടീമുകളും കളം നിറഞ്ഞു കളിച്ചു. തുടർന്ന് 58-ാം മിനിറ്റിൽ ഇന്റർ മിലാൻ വീണ്ടും ലീഡെടുത്തു. സ്കോർ 2-1 ആയപ്പോൾ AC മിലാനും വീറോടെ കളിച്ചു. അതിൻ്റെ ഫലമായി 85-ാം മിനിറ്റിൽ അവർ വീണ്ടും മത്സരം സമനിലയിലാക്കി. സമനിലയിലേക്കാണ് മത്സരം പോകുന്നതെന്ന് എല്ലാവരും കരുതി. എന്നാൽ ജയിക്കാനായി ഇരു ടീമുകളും പോരാടി. പക്ഷേ ഇപ്രാവശ്യം വിജയം ഇന്ററിനോടൊപ്പം നിന്നു. ഇഞ്ചറി ടൈമിൽ ആഡ്രിയാനോ വീണ്ടും ഇന്ററിൻ്റെ രക്ഷകനായി അവതരിക്കുകയായിരുന്നു. ആ ഗോളോടെ ഇന്ററിന് രാജകീയ വിജയം നേടാനുമായി. അതുകൂടാതെ ചാമ്പ്യൻസ് ലീഗിലെ പരാജയത്തിന് മധുരമായി പ്രതികാരം നടത്താനും ഇന്ററിനായി.